The instability of the war is going to show it in the next couple of months. ഇനി വരുന്ന മാസങ്ങളിൽ ഈ യുദ്ധം ഉണ്ടാക്കുന്ന അസ്ഥിരത നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. He has handed entire data of India to the United States. അതുമാത്രമല്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റ, ഇന്ത്യയുടെ മുഴുവൻ വിവരശേഖരവും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. They can store it wherever they like. അവർക്ക് എവിടെ ഇഷ്ടമുള്ളോ അവിടൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഡേറ്റയും വിവരങ്ങളും അവർക്ക് സൂക്ഷിച്ചു. They can use it any way they like. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ഉപയോഗിക്കാൻ സാധിക്കും. And in addition, Narendra Modi has committed that he will buy 9 lakh crore rupees of US products. അത് മാത്രമല്ല ഇത് കൂടാതെ 9 ലക്ഷം കോടി വില മതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമെന്ന വാഗ്ദാനവും നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. What is going to happen to Make in India? ഇത് നടക്കുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? He tells the people of India he wants to do Make in India, and then he tells Donald Trump, let us make in America. ഇന്ത്യയിലെ ജനങ്ങളോട് നരേന്ദ്രമോദി പറയുന്നു നമുക്ക് ഇന്ത്യയിൽ ഉൽപാദനം നടത്താം, എന്നിട്ട് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു നമുക്ക് അമേരിക്കയിൽ ഉൽപാദനം നടത്താം, നമുക്ക് മേക്ക് ഇൻ അമേരിക്ക നടത്താമെന്ന് അദ്ദേഹം പറയുന്നു. The reason is because he is compromised, he is controlled by the Americans and by Donald Trump. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തുകളിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ആണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നതും അവർക്ക് വേണ്ടിയാണ്. It's very simple. There are 3.5 million Epstein files that are still locked up. അത് വളരെ ലളിതമാണ്. അവിടെ 3.5 ദശലക്ഷം എപ്സ്റ്റീൻ ഫയലുകൾ ഇന്നും പുറത്തു വരാത്തത് അവിടെയുണ്ട്. Mr. Narendra Modi's character will be known to the entire country if those are opened. ഈ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ സ്വഭാവം എന്താണെന്ന് രാജ്യം മുഴുവൻ മനസ്സിലാവും. Everybody will know who Narendra Modi is and what he is. ആ ഫയലുകൾ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി ആരാണെന്നും എന്താണെന്നും രാജ്യം മുഴുവൻ മനസ്സിലാക്കും. And the other reason is Mr. Adani. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനി അല്ല. It is closely linked to the BJP. It is part of BJP's financial system. അത് ബിജെപിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് ബിജെപിയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ്. Donald Trump and the Americans know every single piece of information about Adani. അദാനിയെ കുറിച്ചുള്ള എല്ലാ ചെറിയ വിവരവും ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയിലുള്ളവർക്കും അറിയാം. They know where money has gone, to whom money has gone, how money has flown. They know everything. അവർക്കറിയാം എവിടെയാണ് പൈസ പോയത്, ആർക്കാണ് പോയത്, എങ്ങനെയാണ് പോയത്, ആ എല്ലാ വിശദാംശങ്ങളും അമേരിക്കയിലുള്ളവർക്ക് അറിയാം. And to threaten Mr. Narendra Modi, they have put a case, a criminal case on Mr. Adani in America. അത് മാത്രമല്ല നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി അദാനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് അമേരിക്കയിൽ നിലവിലുണ്ട്. Mr. Adani cannot go to the United States. Mr. Adani cannot travel abroad because if he does, he will be picked up. മിസ്റ്റർ അദാനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം യാത്ര ചെയ്താൽ അവർ അദ്ദേഹത്തെ പിടിച്ചകത്താക്കും. But they are not threatening Mr. Adani. They are threatening Mr. Modi. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തുന്നത് അദാനിയെ അല്ല, അവർ ഭീഷണിപ്പെടുത്തുന്നത് നരേന്ദ്രമോദിയാണ്. They are threatening to expose the BJP's financial system. അവര് ബിജെപിയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പുറത്തു കാട്ടും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. And that is why Narendra Modi has opened India's agriculture to America, has signed away our data, has given up our energy security. അതുകൊണ്ടാണ് നരേന്ദ്രമോദി നമ്മുടെ ഡേറ്റ യുഎസുമായിട്ടുള്ള ഈ ഉടമ്പടി ഒപ്പുവെച്ചത്, അതുപോലെ നമ്മുടെ ഡേറ്റ വിവരശേഖരം അവർക്ക് നൽകിയത്, അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് കൈമാറിയത്. And the same way Donald Trump controls Mr. Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് അതുപോലെയാണ് നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്. I want to ask you a simple question. In every single speech, Narendra Modi talks about religion, talks about temples, talks about Hinduism. ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. എല്ലാ പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി അമ്പലങ്ങളെ കുറിച്ച് സംസാരിക്കും, മതത്തെ കുറിച്ച് സംസാരിക്കും, ഹിന്ദുയിസത്തെ കുറിച്ച് സംസാരിക്കും. He sells himself as a protector of Hinduism. ഞാൻ ഹിന്ദുയിസത്തിന്റെ, ഹിന്ദു മതത്തിന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി സ്വയം വിൽക്കുന്നത്. The LDF government, LDF leaders stole gold from Sabrimala. ശബരിമലയിൽ നിന്ന് എന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ സ്വർണം കവർന്നെടുത്തു. They replaced
gold of the temple with brass. സ്വർണത്തെ അവർ ചെമ്പ് കൊണ്ട് മാറ്റിവെച്ചു. Their leaders stole from the temple. അവരുടെ നേതാക്കളാണ് ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയത്. No action was taken against them. അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. How come the protector of Hinduism comes to Kerala and does not say this? ഹിന്ദുയിസത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്ന ആള് കേരളത്തിൽ വന്നിട്ട് ഇത് കാണാത്തതും ഇതിനെപ്പറ്റി പറയാത്തതും എന്തുകൊണ്ടാണ്? How come Narendra Modi did not say the LDF has stolen from the Sabrimala temple, from Ayyappa? എന്തുകൊണ്ടാണ് ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ അമ്പലത്തിൽ നിന്ന് LDF മോഷ്ടിച്ചു എന്ന് നരേന്ദ്രമോദി എന്തുകൊണ്ടത് പറയുന്നില്ല? Because Narendra Modi wants a LDF government in Kerala. എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വേണ്ടത് ഒരു LDF ഗവൺമെന്റ് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.